UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത വേനലിന്റെ മധ്യത്തിലാണ്. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ദുസ്സഹമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്നാൽ സാധാരണയായി കാണാറുള്ള കടുത്ത വെയിലിനും വരണ്ട ചൂടിനും അപ്പുറം തികച്ചും സങ്കീർണവും സവിശേഷവുമായ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. ഒരു വശത്ത് അന്തരീക്ഷ താപനില റെക്കോർഡുകളിലേക്ക് ഉയരുമ്പോൾ മറുവശത്ത് കനത്ത മൂടൽമഞ്ഞും അപ്രതീക്ഷിതമായ മഴയ്ക്കുള്ള സാധ്യതകളും പൊടിക്കാറ്റും ചേർന്ന് പ്രവാസികളുടെ ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാജ്യത്ത് റെഡ്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ ഗതിമാറ്റങ്ങളെക്കുറിച്ചും ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻ കരുതലുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. വേനൽക്കാലത്തിന്റെ ഉച്ചസ്ഥായിയിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്ഭുതമുണർത്തുന്ന കാര്യമായിരിക്കാം. എന്നാൽ UAEയുടെ തീരദേശ മേഖലകളിൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും പുലർച്ചെയുള്ള അന്തരീക്ഷ താപനിലയിലെ വ്യതിയാനവും ചേരുമ്പോഴാണ് കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുന്നത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട കനത്ത മഞ്ഞു കാരണം ദൃശ്യപരത അതീവ ഗുരുതരമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഡ്രൈവർമാർക്കും മറ്റ് റോഡ് യാത്രക്കാർക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തിലാണ് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ്, യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചത്. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ റോഡുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുന്നിലുള്ള വാഹനങ്ങളുമായി കൃത്യമായ അകലം പാലിക്കണമെന്നും ട്രാഫിക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൃശ്യപരത പെട്ടെന്ന് കുറയുന്ന സാഹചര്യങ്ങളിൽ വേഗത പരിമിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. റോഡുകളിലെ ഈ പ്രതിസന്ധിക്ക് പുറമെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവരും വിനോദസഞ്ചാരികളും ജലവിനോദങ്ങളിൽ ഏർപ്പെടുന്നവരും നിലവിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. UAEയിലെ മിക്ക എമിറേറ്റുകളിലും താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് റാസൽ ഖൈമ, ലിവ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചൂട് 47 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുന്നു. അബുദാബിയിലും ദുബായിലും പകൽ സമയങ്ങളിൽ 45 ഡിഗ്രി ചൂട് അനുഭവപ്പെടുമ്പോൾ രാത്രിയിൽ അത് 32 ഡിഗ്രി വരെ മാത്രമാണ് താഴുന്നത്. ഷാർജയിൽ ഏറ്റവും കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതേസമയം ദൽമയിൽ 41 ഡിഗ്രിയും ഫിജറയിൽ 39 ഡിഗ്രിയുമായിരിക്കും താപനില രേഖപ്പെടുത്തുക. എന്നാൽ ഈ കടുത്ത ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കിഴക്കൻ തെക്കൻ മേഖലകളിൽ രൂപപ്പെടുന്ന ശക്തമായ കാർമേഘങ്ങളാണ് ഈ അപ്രതീക്ഷിത മഴയ്ക്ക് കാരണമാകുന്നത്. പർവ്വത മേഖലകളായ ഫ്യുജേറ, അലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വേനൽക്കാലം മഴ പെയ്യുന്നത് ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഉയർന്ന താപനില കാരണം അന്തരീക്ഷത്തിലെ വായു മുകളിലേക്ക് ഉയരുകയും മലനിരകളിൽ തട്ടി കാർമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത് വഴിയാണ് ഇവിടെ വേനൽ മഴ സാധ്യമാകുന്നത്. ഇത് ചൂടിന് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മഴ പെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും അത് കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാന വില്ലനാണ് ശക്തമായ പൊടിക്കാറ്റ്. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ 40 കിലോമീറ്റർ വരെ ശക്തി പ്രാപിച്ചേക്കാം. പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിലാണ് ഈ പൊടിക്കാറ്റ് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളത്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ അലർജിയോ ഉള്ളവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. വായുവിൽ പൊടിപടലങ്ങൾ ഉയരുന്നത് കാഴ്ച മറയ്ക്കുക മാത്രമല്ല ശ്വസന തടസ്സങ്ങൾക്കും കാരണമായേക്കാം. ഇതിനൊപ്പം തീരദേശ ദ്വീപ് മേഖലകളായ ഉമൽ ക്വീൻ, ഫ്യുജൈറ, അൽ റുവൈസ്, അൽസില, ദൽമ എന്നിവിടങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി 85% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം വിയർപ്പ് വറ്റാതെ വരികയും ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായി ശരീരത്തിന് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ശരീരത്തിന് പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലിവയിൽ രാത്രി താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെങ്കിൽ ഫ്യുജൈറയിൽ ഇത് 33 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ താപനില വ്യതിയാനവും ഉയർന്ന ഈർപ്പവും മനുഷ്യ ശരീരത്തെ വേഗത്തിൽ തളർത്തുന്നവയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലനുസരിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഈ പ്രതികൂല കാലാവസ്ഥ തുടരാനാണ് സാധ്യത. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ വീണ്ടും സജീവമായേക്കാം. ശക്തമായ കാറ്റ് വീശിയടിക്കാനും തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശനിയാഴ്ചയോടെ കാലാവസ്ഥ പൊതുവെ തെളിഞ്ഞതായോ അല്ലെങ്കിൽ ഭാഗികമായി മേഘാവൃതമോ ആയ രീതിയിലേക്ക് മാറും. എങ്കിലും കിഴക്കൻ തെക്കൻ മേഖലകളിൽ നേരിയ തോതിൽ മേഘങ്ങൾ രൂപപ്പെട്ടേക്കാം. ഞായറാഴ്ച രാവിലെ തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ഈർപ്പം വീണ്ടും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ UAEയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ഫോഗ് ലൈറ്റുകൾ കൃത്യമായി ഉപയോഗിക്കുക, വേഗത കുറയ്ക്കുക, ഹസാർഡ് ലൈറ്റുകൾ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക, അധികൃതർ നൽകുന്ന റോഡ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നിവ പ്രധാനമാണ്. കൂടാതെ പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളവും ORS ലായനികളും കുടിക്കുകയും വേണം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയെ കൃത്യമായ മുൻകരുതലുകളോടെ നേരിട്ടാൽ മാത്രമേ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.